പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം 2:4. അവിടെ എഫെസോസിലെ സഭയോട് പറഞ്ഞ കാര്യം തന്നെ നമ്മളോട് ഈശോ പറയുകയാണ്. എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഓരോ നോമ്പ് കാലവും നമ്മെ സംബന്ധിച്ച് ഈ നഷ്ടപ്പെട്ട ഈ ആദ്യ സ്നേഹത്തെ വീണ്ടും മുറുകെ പിടിക്കാനുള്ള അവസരമാണ്. ഈ ആദ്യ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരുപാട് മേഖലകൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ ശരിക്കും അകറ്റിയ ലോകത്തിന്റെ സ്നേഹങ്ങൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോ നോമ്പിലും പ്രിയ സഹോദരൻ, ഈ 25 നോമ്പില് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം കുഞ്ഞെ നീ നഷ്ടപ്പെടുത്തി, നീ തിരിച്ചു വായോ. ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചത് എന്നല്ലേ 5ാമത്തെ വാക്യത്തില് നീ അത് കണ്ട് മനസ്സിലാക്കി നീ തിരിച്ചു വരാനായിട്ട് ഈശോ പറയണം. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാലോ ആദ്യ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാമല്ലോ അല്ലെ. ശരിക്കും ആദ്യ വെള്ളി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യുമ്പോൾ അതിന് വലിയൊരു കൃപ ഉണ്ടാകും. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന ദിനത്തില് ഒരു കുരിശിന്റെ വഴിയും അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഒരു ജപമാലയും കരുണക്കൊണ്ടൊക്കെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു കരുണയും കൃപയൊക്കെ നമ്മിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി അച്ഛനും ആത്മാർത്ഥമായിട്ട് ഇന്ന് പ്രഭാതത്തില് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ താമസമുള്ള ധ്യാനം അടുത്ത വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. അതിന്റെ വാട്സപ്പ് ബ്രോഷറൊക്കെ ഉണ്ട്, നമ്മൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സാധിക്കുന്നവരത് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.